നീ എന്താ ഓഫീസിൽ നിന്ന് എന്നോട് പറയാതെ പോകുന്നത്? നീ എന്തിനാ ലീവ് എടുത്തത്? നീ ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും. മീൻ അവിയലും ഭയങ്കര മനോഹരമായിരിക്കും. കുളിച്ചു പപ്പടം വലുത് വേണോ അതോ ചെറുത് മതിയോ? പപ്പടോ? നല്ലോണം കഴിച്ചോളാം കേട്ടോ. ദാസ, ഈടായി നിനക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒരു ശ്രദ്ധയുമില്ല. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. നീ വല്ലാണ്ട് മെലിഞ്ഞുപോയി. തന്നെ? വല്ലാണ്ട് മെലിഞ്ഞുപോയി. ഞാനേ ഈ ബാഗും കുറെ തുണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. പെട്ടെന്ന് വിസ ശരിയാണെങ്കിൽ അമേരിക്ക പോണ്ടേ? അമേരിക്ക 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 അമേരിക്ക. നോ, സ്റ്റോപ്പ് ഇറ്റ്. ഹു ആർ യു? മദ്രാസ് സ്റ്റുഡിയോയുടെ ഫോട്ടോഗ്രാഫറാണ് സർ. നോ, ഫോട്ടോ എടുക്കരുത്. എടുത്തോട്ടെ സാർ. പാടില്ല മിസ്റ്റർ രാംദാസ്. നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ രഹസ്യമായിരിക്കണം. ഇവിടുത്തെ പത്രത്തിൽ ഒരു ഫോട്ടോ വന്നു വെച്ച് അമേരിക്കയിലിരിക്കുന്ന കള്ളന്മാർ എങ്ങനെ അറിയാനാണ് സാർ? പാവം പത്രക്കാർ സാർ. എടുത്തോട്ടെ. ഓക്കെ. ഫോട്ടോ എടുക്കുന്നത് കൊള്ളാം. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കണം. കൂടെ CD രാംദാസ് അമേരിക്കയിലേക്ക് എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഒരു ന്യൂസും. ഓക്കെ. വൺ മിനിറ്റ്. എന്റെ ഫോട്ടോ. ഓക്കെ. അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കണം. ഓക്കെ സർ. കമോൺ കമോൺ. ഫോട്ടോ വേണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. നമ്പർ 1, അവിടെ ഇന്ത്യൻ എംബസി ജോലി ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ശിവദാസ മേനോൻ എയർപോർട്ടിൽ നിങ്ങളെ റിസീവ് ചെയ്യാൻ വരും. അതിന് ഞങ്ങൾക്ക് അയാൾ അറിയില്ലല്ലോ സർ. ദാറ്റ് ഈസ് നമ്പർ 2. തമ്മിൽ ആള് തെറ്റാതിരിക്കാൻ വേണ്ടി അയാൾക്ക് ഞാൻ ഒരു കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. CID-കളാവുമ്പോ എപ്പോഴും ഒരു കോഡ് കയ്യിലിരിക്കുന്നത് നല്ലതാണ്. എന്താണ് സർ കോഡ്? മേനോൻ നിങ്ങളോട് ചോദിക്കും സാധനം കയ്യിലുണ്ടോ എന്ന്. അപ്പൊ നിങ്ങളുടെ കോഡ് സാധനം കയ്യിലുണ്ട്. അതെ, മേനോൻ സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് എന്നോട് ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് ഞാൻ പറയണം. കറക്റ്റ്. ദാറ്റ്സ് ഗുഡ്. മൊത്തത്തിൽ രസമുണ്ട്. ഇനി ഇപ്പൊ മേനോ വന്നില്ലെങ്കിലും ഈ കോഡുമായി മറ്റാരെങ്കിലും പുള്ളിക്കാരൻ അയച്ചു എന്ന് വരും. അതായത് ആളിന്റെ മുഖമല്ല പ്രധാനം, കോഡാണ്. London, New York by AI 101. ഓക്കെ ബോയ്സ്, ഒക്കെ അറിയാമല്ലോ. എന്റെ മാത്രം ഉറപ്പിന്റെ പേരില നിങ്ങളെ ഈ അന്വേഷണത്തിന് അയക്കുന്നു. വിജയപതാക പാറിപ്പറപ്പിച്ചുകൊണ്ട് വിജയശ്രീയിൽ ആളുകളായിട്ട് തിരിച്ചു വരണം. പോലീസ് വകുപ്പിന്റെയും നമ്മുടെ മാതൃരാജ്യത്തിന്റെയും മാനം കാക്കണം. ഓക്കെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഒറ്റയാളെയും കാണാനില്ലല്ലോ ഇവിടെ. ആ കമ്മീഷണറുടെ ഏർപ്പാടല്ലേ, നമ്മൾ ചുറ്റുമെന്നാ തോന്നുന്നത്. നമ്മുടെ ഈ CID കോഡുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ മാട്ടോ. യവന്മാരെവിടെ പോയി കിടക്കുന്നു? ഇനി കസ്റ്റംസുകാരെ പൊക്കിയോ? പറയാനൊക്കെയല്ല. വാ, നമുക്ക് അവിടെ നോക്കാം. സാധനം കയ്യിലുണ്ടോ? ഇങ്ങനെ ചടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ആരും ശ്രദ്ധിക്കില്ല. നീ വാ. ഈശ്വര, എംബസിക്കാരൻ വന്നില്ലെങ്കിൽ ഈ മഹാനഗരത്തിൽ കിടന്ന് തെണ്ടിപ്പോവുകയുള്ളൂ. നീ വാ, നമുക്ക് മറുകോട് പറഞ്ഞൊരു ശ്രമം നടത്തി നോക്കാം. വാ, എനിക്ക്. മറുകോടോ? അതെ, സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് അങ്ങേര് ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് നമ്മൾ പറയണമെന്നാണല്ലോ. ഇത്രയും സമയമായിട്ടും ആരും നമ്മളോട് കോഡ് ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് മറുകോടും പറഞ്ഞ് ഒന്ന് ചുറ്റി നടന്നാലോ? ഓക്കെ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം നിങ്ങളോടല്ല സാഹിബേ, ഇത് ഞങ്ങളുടെ CID കോഡാ. ഒരിക്കലും നമ്മുടെ CID കോഡ് വെളിപ്പെടുത്താൻ പാടില്ല. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. Don't shout. We are not shouting. We are CIDs from India. What?
പേടിപ്പിക്കല്ലേ, വേണ്ടി വന്നാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അതിനുള്ള വകുപ്പ് ഞങ്ങളിലുണ്ട്. അതെ. പേടിപ്പിക്കാനും നോക്കല്ലേ. സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. 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 അതെ. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. ഹലോ, സാധനം കയ്യിൽ. സാധനം കയ്യിലുണ്ടോ? അതെ, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. വിജയ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? പ്രശ്നം തീർന്നില്ലേ? സാധനം കയ്യിലുണ്ടല്ലോ. സാധനം കയ്യിലുണ്ട്. ഞങ്ങൾ നിങ്ങളെ കാണാതെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളും. ഇനി വൈകണ്ട, വരൂ, എല്ലാരും കാത്തിരിക്കുക. വരൂ. Priakos, you wait here. I'll take them inside. Okay. ഇതൊക്കെ ആരാ? എംബസിയിലെ വാച്ച്മാൻമാരായിരിക്കും. Give us the stuff and take the money. വാട്ട്? എംബസിയിലെ ഇന്ത്യക്കാരുമില്ലേ? ഇവരെന്തിനാ ഞങ്ങൾക്ക് പൈസ തരുന്നത്? അത് നമ്മുടെ ഇവിടുത്തെ ചെലവിനുള്ള പണം എംബസിക്കാർ തരുമെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? എന്ത് എംബസി? നിങ്ങൾ സാധനം കൊടുക്കണം മിസ്റ്റർ, എന്നിട്ട് കാശ് വാങ്ങി പോണം. എന്ത് സാധനം? എന്ത് സാധനോ? സാധനം കയ്യിലുണ്ടെന്ന് നിങ്ങൾ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞല്ലേ? അത് ഞങ്ങളുടെ രഹസ്യ കോഡ് പറഞ്ഞു. വിജയ, Come on, give us the stuff. ഇവരെന്തായി പറയുന്നത്? എന്ത് സാധനം? ആരുടെ സാധനം? മിസ്റ്റർ, പൊട്ടംകളി കളിക്കാതെ മര്യാദയ്ക്ക് കൊണ്ടുവന്ന് ഹെറോയിൻ കൊടുത്തിട്ട് പോകുന്നതാ നല്ലത്. ഹെയർ ഓയില? ഹെയർ ഓയിൽ അല്ലടാ, ഹെറോയിൻ. ഹെറോയിൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്. അയ്യോ, മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങൾ അത്രക്കാരില്ല. ഓ, ചിലപ്പോ നമ്മളെ പരീക്ഷിക്കുകയായിരിക്കും. ഓഹോ. മിസ്റ്റർ, ഞങ്ങൾ യഥാർത്ഥ സീഡുകൾ തന്നെയാണ്. ഞങ്ങൾക്ക് കളിച്ചു നിൽക്കാൻ സമയമില്ല. ഞങ്ങളുടെ ചെലവിലേക്കുള്ള കാശല്ലേ, അതിങ്ങ് തരണം. ദാസാ, എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക് ദാസാ. ആദ്യം ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. Where is the stuff? ദാസാ, നിന്റെ കയ്യിൽ തോക്കില്ലേ? തോക്ക് പെട്ടിയാണോ പോക്കറ്റിലാണോ എന്നറിയില്ല. പോക്കറ്റിലുണ്ടോ നോക്ക്. ഉണ്ട് ഉണ്ട് ഉണ്ട്, പോക്കറ്റിലുണ്ട്. ഉള്ളൊക്കെ എടുത്ത് വെടിവെക്കണം. ഹാൻഡ്സ് അപ്പ്. ലീവ് ഹിം. ഹാൻഡ്സ് അപ്പ്. നീവ് ഹാൻഡ്സ് അപ്പ്. മൂവ്. മൂവ്. മൂവടാ. ഡോണ്ട് മൂവ്. ഡോണ്ട് മൂവ്. വെക്കടാ വെടി. വെടിവെക്കാൻ. വെക്കടാ വെടി. പൊട്ടിയില്ല. ഓടിക്കോ. ഇന്ത്യൻ എംബസി. ഇന്ത്യൻ എംബസി. Yes. Yes. We would like to meet Mr. Shivadasa Menon. Yes, I am Shivadasa Menon. സാറാണോ ശിവദാസ മേനോൻ? അതെ. കമ്മീഷണർ കൃഷ്ണൻ നായർ. അതെ അതെ അതെ. സാറാ കോഡെന്ന് പറഞ്ഞേ, മറുകോട് ഞങ്ങൾ പറയാം. കോടോ? ആ ആ കൃഷ്ണൻ നായർക്ക് വട്ടാണ്. നിങ്ങളെ അന്വേഷിച്ചിനി എയർപോർട്ടിൽ നടക്കാൻ ഇടം ബാക്കിയില്ല. ഞങ്ങൾ മറുകോടും പറഞ്ഞോണ്ട് ആ എയർപോർട്ടിൽ തലങ്ങനെ വിലങ്ങനെ നടക്കായിരുന്നു സാർ. ഈ മറുകോട് കാരണം ഏതോ മയക്കുമരുന്നുകാർ പിടിച്ചോണ്ട് പോയി നല്ലോണം പ്രഹരിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തടി രക്ഷപ്പെട്ടു കിട്ടിയത്. അതെ. ഉവ്വ. കഷ്ടമായി. അതെ, കഷ്ടമായിപ്പോ സാർ. എന്ത് കഷ്ടം? സാധനം കയ്യിലുണ്ടെന്ന് നിലവിളിച്ച് നടന്നിട്ടല്ലേ? അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. പിന്നെ ആരുടെ ഭാഗത്താ തെറ്റ്? ആരുടെ ഭാഗത്താ തെറ്റ്? ഹലോ, ഏ? പ്ലീസ് ആ. കുറച്ചേരം വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോ വരാം.
എങ്ങനെ വീട് ഇഷ്ടായോ? ഏതാണ് വീട്? ഇത് തന്നെ. ഓ, Come. പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങളോ? അതെ, വേണ്ടത്ര സുരക്ഷിതത്വമില്ല. എന്ന് വെച്ചാൽ കുറ്റവാളികളുടെ സ്ഥിരമായ ആക്രമണത്തെ ചെറുക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? സ്ഥിരമായ ആക്രമണോ? ഞങ്ങളുടെ ജോലി എത്രമാത്രം അപകടം പിടിച്ചാണെന്ന് ഒരുപക്ഷെ സാറിന് അറിയില്ലായിരിക്കാം. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടായില്ലേ? ഇനിയും അത് തുടരും. അതുകൊണ്ടാ പറയുന്നത്, ഈ വീടിന് ചുറ്റും ശക്തമായ ഒരു മതിൽ വേണം. മാത്രമല്ല, അകത്തിരുന്നാൽ പുറത്തെന്താണ് നടക്കുന്നതെന്ന് സ്ഥിരമായിട്ട് കാണാനുള്ള ഒരു ടിവിയും അതിൻ്റെതായിട്ടുള്ള ക്യാമറയും. ഈ വീടിന് മതിൽ കെട്ടുന്ന ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. അപ്പോ ഈ നാട്ടിലെ സിഐഡികളൊക്കെ എങ്ങനെ കഴിയുന്നു? മിസ്റ്റർ മേനോൻ, മതില് വൈകുന്നേരത്തിന് മുമ്പ് കെട്ടി തന്നാ മതി. മിസ്റ്റർ രാംദാസ്, വളരെ കഷ്ടപ്പെട്ട് വാടകയ്ക്കെടുത്ത വീടാണിത്. മതില് കെട്ടുന്ന പരിപാടിയെ പറ്റി ചിന്തിക്കണ്ട. സിഐഡി മിസ്റ്റർ രാംദാസ്, എനിക്ക് മറ്റൊരു നല്ല ഐഡിയ തോന്നുന്നു. വേണ്ട, മിസ്റ്റർ വിജയന്റെ ഐഡിയാസ് മഹാവിഡ്ഢിത്തരങ്ങളായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മിസ്റ്റർ മേനോൻ, മതിലിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ചെയ്യൂ, നല്ല 5-6 പോലീസ് നായ്ക്കളെ ഈ വാതിലിനടുത്ത് കൊണ്ടുവന്ന് കിട്ടിയിടൂ. സത്യമായിട്ടും ഇത് തന്നെ ഞാനും പറയാൻ ആലോചിച്ചിരുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. അക്രമികളെ പട്ടികൾ നേരിടട്ടെ. അമേരിക്കയെ പറ്റി എന്താ നിങ്ങളുടെ ധാരണ? ഈ പട്ടി ഉറക്കെ ഒന്ന് കുറച്ചാൽ അയൽവക്കത്തുള്ള ആളുകൾ ന്യൂസൻസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് കേസ് കൊടുക്കും. അപ്പൊ പിന്നെ പട്ടിയും പോവും, ന്യൂസൻസിനുള്ള നഷ്ടപരിഹാരം വേറെ. അപ്പൊ ഞങ്ങളുടെ സുരക്ഷിതത്തിന് ഇവിടെ എന്ത് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്? പറയൂ. അത് നിങ്ങളെ അയച്ചോട് ചോദിക്കണം. സാറ് പറഞ്ഞതാ കറക്റ്റ്. വിജയ, ചിരിക്കും ബഹളത്തിനും സമയം തരാം. എല്ലാം ഓർമ്മയുണ്ടല്ലോ. താങ്കൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുമെന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് സാർ കൈമലർത്തി കാണിച്ചാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടത്താമെന്ന് ഞാൻ ആരോട് കേട്ടിട്ടില്ല. അത് കറക്റ്റ്. ഓക്കെ. വളരെ വളരെ പുരോഗമിച്ച ഒരു രാജ്യമാണല്ലോ അമേരിക്ക. ഇന്ത്യയിലെ പോലെ കുറ്റവാളികൾ ട്രെയിനിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ഒന്നും ആയിരിക്കില്ല സഞ്ചരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ കുറ്റവാളികളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു ഹെലികോപ്റ്റർ കയറിപ്പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എന്നാ എനിക്കറിയാം, മറ്റൊരു ഹെലികോപ്റ്ററിൽ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യും. ആ ഹെലികോപ്റ്റർ ആരോടിക്കും? എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ഒരു ഹെലികോപ്റ്റർ വീടിന് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓടിക്കാൻ ഒരു പൈലറ്റും. ഓ, അങ്ങനെ. ഈ കുറ്റവാളികൾ ഹെലികോപ്റ്ററിൽ തന്നെ രക്ഷപ്പെട്ടോണമെന്നില്ലല്ലോ. അവരൊരു ബോട്ടിലാണ് പോകുന്നെങ്കിലോ? ഞാൻ ഈ ബോട്ട് കൊണ്ടു മുറ്റത്ത് കെട്ടിയിടണോ? നിന്റെ ഇളിഞ്ഞ ഈ ചിരിയുണ്ടല്ലോ, അമേരിക്കയ്ക്ക് വരാൻ വേണ്ടി എന്റെ കാല് നക്കിക്കൊണ്ടിരുന്ന ഒരു വാലാട്ടിപ്പട്ടിക്ക് യോജിച്ചതല്ല. ഓക്കെ, എന്റെ ഐഡിയാസ് മുഴുവൻ മഹാവിഡ്ഢിത്തങ്ങളാണെന്ന് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ദാസ. പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാനെന്താ ആഫ്രിക്കൻ അടിമയോ? അല്ല, അടിമയേക്കാൾ വളഞ്ഞൊരു നട്ടലുമായി നീ എന്റെ മുമ്പിൽ നിന്നത് ഓർമ്മയുണ്ടല്ലോ. അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം. ദാസ, ഒന്ന് നീ ഓർക്കണം, ഞാനും ഒരു സിഐഡി ആണ്. ഒരു സിഐഡി മറ്റൊരു സിഐഡിയെ ചവിട്ടിത്താഴ്ത്തുന്നത് ശരിയല്ല. ഇന്ത്യയിലെ എല്ലാ സിഐഡികളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണെന്ന് നീ മനസ്സിലാക്കാത്തതുണ്ട്. ആ സിഐഡി കുടുംബത്തിൽ നീ എന്നെ അംഗമാക്കണ്ട. നീ അംഗമാണ്. ഞാൻ അംഗമല്ല. നീ അംഗമാണ്. എന്താ പ്രശ്നം? ഒന്നുമില്ല, സിഐഡികളുടെ ചില ആഭ്യന്തര കാര്യങ്ങൾ, ബുദ്ധിപരമായ ചില തർക്കങ്ങൾ. ഓക്കെ മിസ്റ്റർ മേനോൻ, വീട്ടിനകത്തെ സുരക്ഷാ ഏർപ്പാടുകൾ പരിശോധിക്കാൻ സമയമായി. മിസ്റ്റർ വിജയൻ, നമ്മളെ ചർച്ച കുറച്ച് കഴിഞ്ഞാവാം. നമുക്ക് അകത്തേക്ക് നീങ്ങാം. ഇന്ത്യക്കാരുടെ വീടാണ്. ഇന്ത്യക്കാരുടെ? ഞങ്ങളുടെ ചെലവിലേക്ക് നീക്കി വെച്ച 5 ലക്ഷം എപ്പോ തരും സാർ? ഈ ട്രാൻസാക്ഷന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അറിയിച്ചാ മതി. അക്കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ മതി. ഇന്റീരിയർ സെക്യൂരിറ്റി പറ്റി ഞാനൊന്ന് പരിശോധിക്കട്ടെ. എനിക്കും പരിശോധിക്കണം. ഇതാര് വലിച്ച സിഗരറ്റാണ്? മുമ്പ് ആരോ വലിച്ച സിഗരറ്റാണ്.
ഞാൻ കരുതി ഏതെങ്കിലും ശത്രുക്കളായിരിക്കുമെന്ന്. വെള്ളം കേട്ട ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കിയല്ലേ. ഐ എം സോറി, റിയലി സോറി. വിജയ, വിജയ, കോൺസ്റ്റബിൾ വിജയ, അലവലാതി, നീ ചത്താടാ. ചത്തില്ല അലവലാതി. ഓഹോ, സാറ് വിളിക്കായിരുന്ന ഞാൻ വിളിച്ചിട്ട് നീ വിളിയേക്കാത്തത്? അങ്ങനെ വിളി കേട്ട് കേട്ടാ നീ എന്റെ തലേ കയറി ഇരിപ്പ് തുടങ്ങിയത്. എന്തിനാ വിളിച്ചത്? വിശേഷം വല്ലതുണ്ടോ? രാവിലെ എഴുന്നേറ്റാൽ ഉടൻ എനിക്കൊരു ബെഡ് കോഫി ആരണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അറിഞ്ഞൂടല്ലോ. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നു. അത് അപ്പോഴത്തെ എന്റെ ഗതികേട് കൊണ്ട് ഉണ്ടായിപ്പോയൊരു ഭരണഘടനയാ. നമ്മളെ രണ്ടുപേരെ ഇങ്ങോട്ട് വിടാൻ തീരുമാനിച്ചപ്പോ നീ എന്റെ കാലുവാരി, എന്റെ കാലുവാരിയെ നിന്റെ കാല് ഞാൻ പിടിച്ചു. എന്നെ ഇങ്ങോട്ട് വിടണ്ടെന്ന് നീ കമ്മീഷണറോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ അപ്പോഴേ അറിഞ്ഞു. ഇവിടെ എത്തിയിട്ട് പറയാമെന്ന് കരുതി ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ചായയോ കാപ്പിയോ ബിരിയാണി എന്താണ് വേണ്ടത് വെച്ചാൽ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളണം. നീ എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ പതുങ്ങി ഇരിക്കുകയായിരുന്നു. ഞാനിവിടെ വന്നത് നിന്റെ തുക്കട കേസ് പിടിക്കാനൊന്നുമല്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. എനിക്ക് അമേരിക്ക വിശദമായിട്ടൊന്ന് കാണണം, കുറച്ചു കാലം സുഖിക്കണം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് ചെയ്ത് നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കും. എനിക്ക് ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. വല്ല നഴ്സറിയും കെട്ടി അവളുടെ ഭർത്താവായിട്ട് ഞാൻ ഇവിടെ അങ്ങ് കൂടും. അപ്പോഴോ? എടാ, ഒരു തുണിക്ക് മറുതുണിയില്ലാതെ തെണ്ടി നടന്നപ്പോ നമ്മളെ വിളിച്ച് കാക്കി കുപ്പായം തൊപ്പിയും ശമ്പളവും തന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സ്വല്പമെങ്കിലും നന്ദി വേണോടാ, നന്ദി. ആ ജോലി നീ തെറിപ്പിക്കുന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ നന്ദി? പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ഡിപ്പാർട്ട്മെന്റ് തള്ളി പറയണമെന്നുണ്ടോ? എന്ത് കുന്തായാലും ശരി, കേസ് അന്വേഷണമൊന്നും ഞാനില്ല. പിന്നെ ഒരു കേസ് അന്വേഷണം വിജയ, കിടന്ന് നിലവിളിക്കാതെ. നമ്മളിപ്പോ കേസ് അന്വേഷിച്ചാലും ഇല്ലെങ്കിൽ അവിടെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് പറയുന്നു ഞങ്ങൾ ഭയങ്കരമായി കേസ് അന്വേഷിച്ചു, ഒടുവിലാണ് മനസ്സിലായത് കിരീടം ഇംഗ്ലണ്ടിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. അവിടെ കുറച്ചു കാലം കറങ്ങുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് നമ്മൾ പറയുന്നു കിരീടം ഫ്രാൻസിലേക്ക് പോയെന്ന്. ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഫ്രാൻസിലേക്ക് അയക്കുന്നു. പിന്നെ ഹോളണ്ട്, ജർമ്മനി, ആസ്ട്രിയ, അങ്ങനെ പല രാജ്യങ്ങളും നമ്മൾ ചുറ്റി കറങ്ങുന്നതാണ്. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. CID ഡിപ്പാർട്ട്മെന്റ് ചോരയാടായി സിരകളിലൂടെ ഒഴുകുന്നത്. ഞാൻ നിന്നെ പോലെ വിശ്വാസവഞ്ചകനല്ല. അധോ ലോക നായകൻ അനന്തൻ നമ്പ്യാരും കള്ളക്കടത്ത് വീരൻ കൊപ്പള പ്രഭാകരൻ ഇരുമ്പഴിക്കുള്ളിലാണെങ്കിൽ ഈ പോൾ ബാർബറെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. എന്നാ അതുവരെ ഞാൻ ഉറങ്ങാം. കെട്ടിടങ്ങൾക്കൊക്കെ 100-200 നിലയാ. നമ്മുടെ മദ്രാസിലെ LIC ബിൽഡിങ്ങിന്റെ താഴെ ചെന്ന് നിന്ന് വാ വിളിക്കുന്ന തമിഴന്മാര് ഇതൊക്കെ കണ്ട ഹൃദയസ്തംഭനമെന്ന് ചാവും. ഈ കെട്ടിടത്തിനകത്ത് ആയിരക്കണക്കിന് മുറികൾ കാണും, 100 കണക്കിന് ലിഫ്റ്റുകളും. റോഡിലാണെങ്കിൽ കോടിക്കണക്കിന് കാറും. ഇതിന്റെ ഇടയിൽ വേണം പാൽ ബാർബറെ പിടിക്കാൻ. ഈ ബാർബർക്ക് എന്തിനാണാവോ കിരീടം? കഷ്ടം തന്നെ. ബാർബർമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഇന്ത്യയുടെ ഗതി എന്താവും? കിരീടം കണ്ടുപിടിക്കാമെന്ന് ഏറ്റവും പോയി. എന്റെ ഗുരുവായൂരപ്പ വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട് പറയാ, എത്രയും പെട്ടെന്ന് തലയിൽ കിരീടവും വെച്ച് അടക്കുന്ന ബാർബറെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരണേ. പിന്നെ ബാർബർക്ക് പ്രാന്തല്ലേ കിരീടവും വെച്ചുകൊണ്ട് എന്റെ മുമ്പിൽ കൂടെ നടക്കാൻ. ഇതിപ്പോ എന്താ ഒരു വഴി? ആ കമ്മീഷണർക്ക് വട്ടാണ്. ഒരു കീറത്തുടിയും കാഞ്ചി വലിച്ചാൽ തീ കത്തുന്ന ഒരു ലൈറ്ററും തന്നേച്ച് അമേരിക്കയിൽ വിട്ടിരിക്കുന്നു കള്ളനെ പിടിക്കാൻ. ഊഷ്മാണ്ടം. മാത്രം എന്തിനു പറയണം? കാള വെറ്റു എന്നാ കയറിങ്ങെടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചെന്തിന്? എല്ലാറ്റിനും പുറമെ ഈലാമ്പേച്ചിക്ക് ഒരു മരപ്പെട്ടി കൂട്ടും വന്നിരിക്കുന്നു. എന്താ നോക്കുന്നത്? നീ എന്താ തുറച്ചു നോക്കുന്നത്? ഞാൻ ഇവിടെ സംസാരിക്കുന്നു നീ കേൾക്കുന്നില്ലേ? അതിന് നീ സംസാരിക്കുമ്പോ ഞാൻ തുണി കഴിച്ചിട്ട് തുള്ളണം? നിനക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞൂടെ? എന്തിന്? നീ സ്വയം ഒരു തീരുമാനം എടുക്കുന്നത് വരെ മൗനം വിദ്വാനും ഭൂഷണം. ഓ വിദ്വാൻ ദാസ, വെറുതെ മനുഷ്യന്റെ മേക്കിട്ട് കയറാൻ വരല്ലേ.
ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരനായ നീ നല്ല നല്ല ഐഡിയാസ് പറ. പ്രീ ഡിഗ്രിക്കാരനായ ഞാനത് അക്ഷരം പ്രതി അനുസരിക്കാം. അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. സർക്കാർ തരുന്ന ശമ്പളം മേടിച്ച് ഉരുട്ടി ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ നീ. ഒരു വഴക്കിന് എനിക്കിപ്പോ തൽക്കാലം മൂടില്ല. എന്നാ മൂടുള്ളപ്പോ പറ, അപ്പൊ ഞാൻ വരാം. ഞാനൊരു സത്യം പറഞ്ഞ നീ ഞെട്ടരുത്. നമ്മളെ കൊണ്ട് ബാർബറയും കണ്ടുപിടിക്കാൻ പറ്റില്ല, കിരീടവും വീണ്ടെടുക്കാൻ പറ്റില്ല, ഉറപ്പാ. അതുകൊണ്ട് വയസ്സുകാലത്ത് ചാരുകസരെ കിടന്ന് അയവറക്കാൻ കുറെ മധുര സ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക, അത്ര തന്നെ. എന്ന് വെച്ചാൽ എടോ കിട്ടിയ അവസരം കളയാതെ സുഖിക്കുക. എനിക്ക് ഡ്യൂട്ടി ഒലക്ക ഡ്യൂട്ടി. അല്ല ദാസ, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സ് വെറുതെ പുണ്ണാക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ല അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? അല്ല നീ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. പിന്നെ എന്താ പ്രശ്നം? അത് അപ്പോ തൽക്കാലം ഈ സ്വർഗലോകത്തിന്റെ നാടി ഞരമ്പുകളിലൂടെ നമ്മൾ ഊളിയിട്ടിറങ്ങുന്നു. ഈ സ്വപ്നലോകത്തിന്റെ ഉന്മത്തമായ ആവേശം നമ്മൾ ഉൾക്കൊള്ളുന്നു. വാങ്ങിക്കണം. 5-6 ഡ്രസ്സിന്റെ നിറത്തിനനുസരിച്ച് മാറ്റി മാറ്റി വെക്കാലോ. ഈശ്വര, ഇതൊക്കെ ഞാൻ ഏത് കണക്കെ കൊണ്ട് പെടുത്തുവെന്തോ. കള്ളനെ പിന്തുടരാൻ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തു. $2000 ആ വഴിക്ക് മാറി കിട്ടൂലേ? ദാസ, ഇതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. കണക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ജ്യൂസൊക്കെ തീർന്നു. ജ്യൂസ് അല്ല, വിജയ, അവരാരാണെന്ന് മനസ്സിലായോ? നോക്കേ, എന്തായിരുന്നു നിന്റെ ആ പെണ്ണിന്റെ പേര്? ഗീത. എടാ, നമ്മള് വേഷം മാറിപ്പോടാ നന്നാക്കാൻ ഒരു വീട്ടിൽ പോയിട്ട് ആപ്പിലായി. കൊച്ചിയില്? അത് തന്നെ. അവരെങ്ങനെ ഇവിടെ എത്തി? അവരല്ലേ അത്? തന്നെ. നീ വാ. അയ്യോ, അമ്മ എപ്പോഴാ ഇവിടെ എത്തിയത്? അമ്മയോ? അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? അമ്മ എപ്പോഴാ ഇവിടെ എത്തിയത്? അമ്മ, ഇത് ഞാൻ സി.ഡി. രാംദാസിന് അമ്മ മറന്നോ? അമ്മ, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ, അയ്യോ, അമ്മ, ഇത് ഞാൻ കാണിക്കരുത്. പട്ടാപ്പകല് പെണ്ണുങ്ങളൊക്കെ പിടിക്കുന്നു. അയ്യോ, ഇത് പിന്നെ ഗീതയുടെ അമ്മയാണെന്ന് ഞാൻ വിചാരിച്ചു. അടിച്ചതിന്റെ ഇതെന്റെ ഭാര്യ. അല്ല, സത്യമായിട്ട് നിങ്ങൾ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും പേടിച്ചു പോയതേ. അല്ല, സത്യമായിട്ട് നിങ്ങൾ ഗീതയുടെ അമ്മയല്ലേ? ചിലപ്പോ എറണാകുളത്തുള്ള എന്റെ ചേച്ചിയുടെ അത് കാര്യമായിരിക്കും. കൊച്ചിയില്? ആ, കൊച്ചിയില്. ഞങ്ങള് രണ്ടുപേരും കണ്ട ഒരുപോലല്ലേ? അത് ശരി. എടാ, ഗീതയുടെ അമ്മയുണ്ടല്ലോ, ഈ ചേച്ചിയുടെ ചേച്ചിയാ. നിങ്ങൾ ഇരട്ട പിള്ളേരാ? അതെ. അയ്യോ, സത്യമായിട്ട് ഞാൻ ഗീതയുടെ അമ്മയാണെന്ന് വിചാരിച്ചേട്ടാ. സോറി. അത് പോട്ടെ. കമ്മീഷണർ ഒരു 100 വട്ടം ഫോൺ ചെയ്തിരുന്നു. നിങ്ങൾ ഓഫീസിൽ വരാറില്ല, വീട്ടിൽ വിളിച്ചാൽ കാണാറില്ല. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എന്നോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞങ്ങൾ എല്ലാ കാര്യവും രഹസ്യമായിട്ടാ ചെയ്യുന്നത്. അതാണ് സേഡികളുടെ ഒരു രീതി. മണ്ണാൻ കട്ട. ഇത്രയും കാലമായിട്ടും അന്വേഷണത്തിന്റെ റിപ്പോർട്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് അയച്ചോ? കമ്മീഷണർ ചൂടായിട്ടിരിക്കുകയാണ്. ഇവിടെ തെക്ക് വടക്ക് നടക്കാനാണോ സർക്കാർ കാശ് മുടക്കി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? അയ്യോ സാർ, അങ്ങനൊന്നുമില്ല. എങ്ങനെയില്ല? ഒരക്ഷരം പറയണ്ട. ഇനി നിങ്ങളുടെ ചെലവിലേക്കായി ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. പണി കളിക്കുന്നോ? നമ്മളെ പേടിപ്പിക്കാൻ അയാൾക്ക് എന്താ അധികാരം? അയാൾ കാശ് തരില്ല പോലും. അയാൾ തറവാട്ട് സ്വത്തല്ലേ കാശ്. അയാള് ചെലച്ചോണ്ടിരുന്നപ്പോ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നീ എന്താ ഒന്നും മിണ്ടായിരുന്നത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ചുട്ട മറുപടി കൊടുക്കാൻ പാടില്ലായിരുന്നു അപ്പോഴേ. നീ നല്ല മറുപടി പറഞ്ഞോളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനും അതേ വിശ്വാസത്തിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ആരായാണ്? എംബസിയിലെ ഒരു സർക്കാർ ഒരു തുക്കട ഉദ്യോഗസ്ഥൻ. നമ്മളെ പ്രമാദമായ ഒരു കേസ് അന്വേഷണത്തിന് ഇന്ത്യ നയിച്ച സി.ഡീസ്. പിന്നെ അങ്ങനെ സി.ഡികളെ കയറി ഭരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് വരാം. ഓക്കെ.
5 and 10. ആയിക്കോട്ടെ. Like another bag? ഒരു ബാഗ്. ആ അതെ. ഓ. Hi, mister. Come. Kmart security, sir. Did you forget to pay for something, sir? Did you forget to pay for something? അയ്യോ. Come on. അയ്യോ. അയ്യോ. ഇത്. വിടുന്നേ. How did this get in your pocket? Did you pay for it? I not take no. I've seen a lot of people like you. അയ്യോ എന്തുവാ ഈ പറയുന്നേ? ഞാൻ എടുത്തിട്ടില്ല. എന്റെ അച്ഛനാണ് ഞാൻ എടുത്തിട്ടില്ല. I want Angda for me. You bloody thief. മനുഷ്യനെ കൊല്ലാൻ നോക്കുന്നു. ഞാൻ ആരെന്ന് വിചാരിച്ചു? ICAD of the India. No take pen. Menon come. What the hell is he saying? അവിടെ വന്നു എന്റെ നെക്ക് പിടിച്ചു വീണു. ഞാൻ പേന പോക്കറ്റ് കയറി കണ്ടില്ല. I not take pen. Call the police. പോലീസാ? നിങ്ങൾ അങ്ങനെ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. മേലുദ്യോഗസ്ഥന്മാര് വരെ ഞങ്ങളെ സെല്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മനസ്സിലായോ? CID രാംദാസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും കേരളത്തിലും എന്തുമാത്രം വിലയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് പെരുമാറില്ലായിരുന്നു. നിങ്ങൾ ആരെ? നിങ്ങൾ എംബസിയിലെ ഒരു സാധാ ഉദ്യോഗസ്ഥൻ. ആരെയും ശിവദാസ മേനോന്? തമിഴ്നാട്ടിൽ ശിവദാസ മേനോൻ എന്ന് പറഞ്ഞ ആളുകൾ ഇവരോടാ ഇന്ത്യൻ CIDകളാണോ അതോ ഒരു സാധാ ക്ലർക്കാണോ വിലയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ദാസാ എന്നെ പോലീസ് പിടിച്ചു. ദാസാ എന്നെ രക്ഷിക്ക് പോലീസ്. ദാസാ എന്നെ രക്ഷിക്ക്. ദാസാ എന്നെ പോലീസ് കൊണ്ടുപോകാണേ. അയ്യോ എന്നെ കൊല്ലുമെന്നാണ്. വിജയനെ പോലീസ് പിടിച്ചോണ്ടുപോയി. വിജയനെ പോലീസ് നന്നായി. ഒരു മലയാളി CID പോലീസ് പിടിച്ചത് നന്നായെന്നോ? പോലീസുകാർ അവനെ തല്ലി കൊല്ലുന്നതിന് മുമ്പ് നമുക്ക് പോയി ഇറക്കാം സാർ. എനിക്കിപ്പോ സൗകര്യമില്ലെങ്കിലോ? ചേട്ടാ പ്ലീസ് പോലീസുകാർ തല്ലുന്നതിന് മുമ്പ് അവനെ നമുക്ക് ജാമ്യം എടുക്കാം. താനൊക്കെ ചത്ത് തൊലയുന്നത് തന്നെ ഇന്ത്യൻ പോലീസ് നല്ലത്. ചേച്ചി പ്ലീസ് ചേച്ചി. ചേട്ടാ പ്ലീസ് ചേട്ടാ. ഞാനാണോ വലുത് ഒരു CID ആണോ വലുതെന്ന് താൻ ഇവിടെ നിന്ന് ശരിക്കൊന്ന് ആലോചിക്കും. ഏറടി ചേട്ടാ ചേച്ചി. ഇവനെന്ത് പരാക്രമമാണ് കാണിച്ചത്? എന്റെ അമ്മോ. Hey, you thief! The sheriff is calling you. Come with me. Come on. എന്തിന്? ഇനിയും തല്ലണോ? തല്ലിക്കോ. തല്ല്. Come on, I say. I am very sorry, sir. Somewhere something has gone wrong. എന്തോ നാടാ ഇതൊക്കെ? I not take. ഇംഗ്ലീഷ് ഭാഷ ആവശ്യമില്ലാതെ എടുത്ത് ഉപയോഗിച്ചാൽ അതിനുള്ള ഇടി ഇവര് വേറെ തരും. നിന്റെ കുപ്പായൊക്കെ അവിടെ. We believe you. We should respect cops. Sir, we are very famous CIDs from India. Sorry, Mr. Vijay. ഒരു സോറിയും വേണ്ട. മനുഷ്യന് പറഞ്ഞാ മനസ്സിലാവണം. What is he saying? He is very weak in English language. That's okay. Wanted criminals. Yes, these guys are very notorious criminals. Anyone who gives a clue to catch these criminals will get a very substantial amount from our government. Is it? Yes. Okay, sir. Shall we make a move? Sure. Thank you very much. You're welcome. Thank you. വാ. പക്ഷേ എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. എവിടെ? എനിക്കൊന്നും നാറുന്നില്ലല്ലോ. എടാ ആ നാറ്റത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ എംബസിയിലെ ആ മേനോനെ പറ്റി പറയുകയായിരുന്നു. അയാൾക്കെന്താ നമ്മളോട് ഇത്ര ദേഷ്യം? ഞാൻ നിന്നെ ജാമ്യത്തിലിറക്കാനെന്ന് പറഞ്ഞപ്പോ അയാൾ എന്നോട് പറയുകയാണ് ആ തെണ്ടി ചത്തു തൊലഞ്ഞാലും എന്റെ ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടെന്ന്. അയാൾ അങ്ങനെ പറഞ്ഞോ? എന്റെ സംശയം വേറൊന്നാണ്. അതിരഹസ്യമായ നമ്മുടെ CID കോഡും പറയിപ്പിച്ച് രണ്ടുപേരെ എയർപോർട്ടിൽ അയച്ച് നമ്മളെ കൊല്ലിക്കാൻ ശ്രമിച്ചതും ഇയാൾ തന്നെയാണ്. അതെന്തിന്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അല്ല എന്റെ എച്ചിൽ കഴിയുന്ന പണി ഞാൻ നിർത്തി. ഇന്ന് തന്നെ റെസ്റ്റോറന്റിലെ സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ. നീ കുളിക്കുന്നില്ലേ? എന്റെ ഗുളിക കഴിഞ്ഞു. നീ ഓംലെറ്റ് ഉണ്ടാക്കുക. ബ്രെഡും കൊട്ടി ഒരു പിടി പിടിക്കാം. ഓംലെറ്റ്? നല്ല വെള്ള കടലാസിൽ ഓംലെറ്റ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് എടുത്തങ്ങ് മിഴിഞ്ഞാ മതി. നിന്റെ മറ്റോ മേടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ. മുട്ട തീർന്നോ? അല്ല നീ എന്നാ മേടിച്ചത്?
അത് ശരിയാ. ആ തള്ള കുളിക്കല്ലേ, നീ ഫ്രിഡ്ജ് തുറന്ന് ഒരു 20 മുട്ട ഇങ്ങട്. 20? ആ ഉച്ചക്കലത്തേക്ക് രാത്രി കൂടെ ഉൾപ്പെടെ പോരട്ടെ. അതിന് നീ എടുക്കാൻ എളുപ്പം ഉണ്ടാക്കി പോയി, ഞാൻ തിന്നാൻ വരാം. നീ ഇങ്ങനെ കാണിക്കരുത്. ഗുഡ് മോർണിംഗ് ആന്റി. നിങ്ങൾ ഇവിടുത്തെ പേയിങ് ഗസ്റ്റ് ആണോ അതോ നോൺ പേയിങ് തീവ്സ് ആണോ? വാട്ട് ഹാപ്പൻഡ് ആന്റി? നിന്റെ ആന്റിയും കൂന്റിയും ഇവിടെ വേണ്ട. വാടക ചോദിക്കുമ്പോ ബബ്ബ ഒരു സാധനം വിശ്വസിച്ച് അത് തെറ്റാൻ വയ്യ. മോഷണം. എന്റെ മക്കളെ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറിക്കോട്ടെ എന്ന് വിചാരിച്ചത് മഹാകോടാലിയായി പോയല്ലോ. ആന്റി ജോക്കിംഗ്. നിർത്തണോ? നീയൊന്നും ഇനി മോഷ്ടിക്കരുത്. ഇത് ഞങ്ങളുടെ മുട്ടയാ? അല്ല, ഇത് ഏതോ കോഴിയിട്ട മുട്ട. ഞാന് $1 കൊടുത്ത് വാങ്ങിച്ച മുട്ട. നിനക്ക് വിവരമുണ്ട്, ബുദ്ധിയില്ല. അവരുടെ മുമ്പിൽ വെച്ച് കൊണ്ട് ഞങ്ങളോ അല്ലേ? ഇനിയിപ്പോ എന്ത് വയറ് വിഷം? ഇത് കുരുമുളക്, ഇത് ഉപ്പ്, രണ്ടും കൂടെ തട്ടിയിട്ടിട്ട് കുറച്ച് വെള്ളവും കുടി. രാവിലെ കയറി ആശിച്ചും പോയല്ലോ. ഇവിടെ നിർത്തും. ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ. നമ്മളൊരു ക്രൗൺ ടി വി അവിടെ വാങ്ങിച്ചു വെച്ചിട്ട് 2 വർഷം തികഞ്ഞില്ലല്ലോ. അതിനിടയിൽ പിന്നെയും പുതിയൊരു ടിവിയോ? നോ. അമേരിക്കയിൽ മാസാമാസം പുതിയ തരത്തിലുള്ള ടി വി ഇറങ്ങുന്നതല്ലേ? TVC-ന്നോ KVC-ന്നോ? അപ്പൊ ഇപ്പോൾ ഉള്ള ക്രൗൺ ടി വി എന്ത് ചെയ്യും? കളയാനോ? എനിക്കൊന്നും അറിയാൻ മേല. സുനിതയും സംഗീതയും മാറി മാറി ഫോണിലൊരു പരാക്രമമായിരുന്നു. ഇപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞു നോക്കൂന്ന് അവരെന്നോട് പറഞ്ഞേ. അപ്പൊ ക്രൗൺ എന്ത് ചെയ്യുമെന്ന് പറ. ക്രൗൺ ടി വി മുത്തശ്ശന് കൊടുക്കുക അത്രേ. ഒന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യട്ടെ, ആദ്യം ക്രൗൺ വിൽക്കാൻ പറ, ബാക്കി കാര്യം പിന്നെ. എന്തായാലും ശരി, ഞാൻ പറയുന്നത് കേൾക്കൂ. ഉടനടി ക്രൗൺ വിറ്റേ പറ്റൂ. ഹലോ, എന്തോന്നാ ഇത്? അവിടെ ആരും തല്ലാനും കൊല്ലാനും ഒന്നും വന്നില്ലല്ലോ. മരണ വെപ്രാളം പിടിച്ച് ഓടിയത് എന്തിന്? എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോ നീ മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ മനസ്സിലായോ? നിനക്ക് മനസ്സിലായോന്ന്? മനസ്സിലായി. എന്ത് മനസ്സിലായി? നിനക്ക് വട്ടിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാണ്. സത്യത്തിന്റെ ഭീവത്സമായ മുഖം കാണുമ്പോൾ ഒരു CIDക്ക് ഉത്തരവാദിത്വ ബോധത്തിന്റെ വട്ട് പിടിക്കും. സത്യത്തിന്റെ ബീഭത്സമായ മുഖം നീ എവിടെ കണ്ടു? എംബസി കെട്ടിടത്തിന്റെ ഇരുണ്ട കോണുകളിൽ നീ കണ്ടില്ലേ? ഇല്ല. ക്രൗൺ വിൽക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് നീ കേട്ടില്ലേ? ഗൗണ? ഗൗൺ അല്ലടാ, ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം. ഉടനടി ക്രൗൺ വിൽക്കണമെന്ന് മേനോൻ ഫോണിൽ കൂടെ പറഞ്ഞ നീ കേട്ടില്ലേ? കിരീടത്തിന് ക്രൗൺ എന്നാണോ പറയുന്നത്? എടാ, കിരീടത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്രൗൺ. നിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്ലൗൺ, കോമാളി. അതൊന്നും നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. കിരീടത്തിന് ക്രൗൺ എന്നാണ് പറയാമെന്ന് നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അല്ലാതെ എനിക്കങ്ങനെ മനസ്സിലാവും. ഇതുപോലും അറിയാത്ത നീ പിന്നെ എന്തിനാ CID എന്ന് പറഞ്ഞാൽ? ഞാനിപ്പോ തൽക്കാലം CID അല്ല. നീ പിന്നെ ഇവിടെ കാണുന്ന ടൂറിസ്റ്റാ? ടൂറിസ്റ്റാ. ഓഹോ, അത് ശരി. പക്ഷേ ഇത് ഞാൻ പിടിക്കും. വാ, എനിക്ക് പേരെടുക്കണം. ഇന്ത്യ ഗവൺമെന്റ് എന്റെ പേരിൽ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ വാരി വർഷിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ ആരെ പിടിക്കുമെന്നാ പറയുന്നത്? എടാ വിജയ, ദൈവം എനിക്ക് ബുദ്ധി മാത്രമല്ല വളരെയധികം ഭാഗ്യവും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അയാളുടെ കിങ്കരന്മാർക്ക് ഫോണിലൂടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് കൃത്യമായി എനിക്ക് അവിടെ എങ്ങനെ എത്തിപ്പെടാൻ കഴിഞ്ഞു? നമ്മൾ കിരീടം കണ്ടുപിടിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് അയാൾ കിരീടം വിൽക്കാൻ തീരുമാനിച്ചത്. കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു. ഇപ്പൊ മനസ്സിലായോ? അയാൾ തന്നെയാണ് നമ്മളെ കൊല്ലിക്കാനും ശ്രമിച്ചത്. അപ്പൊ ഈ മേനോൻ തന്നെയാണോ ഈ പോൾ ബാർബർ? എടാ വിഡ്ഢി, പിന്നല്ലാതെ വലിയ വലിയ കള്ളന്മാർക്ക് വളരെ വളരെ കള്ളപ്പേരുകൾ കാണും. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അയാൾക്കറിയണം. എന്തിന്? നമുക്ക് ചിലവര് കാശ് തരില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? എടാ, കയ്യിൽ കാശില്ലാതാകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നിർത്തിവെക്കില്ലേ? ഓഹോ, എന്നാൽ ഇപ്പൊ തന്നെ പോയി അയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാം. എടാ മണ്ട, എല്ലാ തെളിവുകളും ശേഖരിക്കാതെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് തെളിവ്? നല്ല 4 ഇടി കൊടുത്ത തത്ത പറയും പോലെ അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. ഇത് ഇന്ത്യയല്ല. അയാൾക്ക് എന്തൊക്കെ സന്നാഹങ്ങളുണ്ടെന്ന് ആർക്കറിയാം? പിന്നെ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്?
കക്കാൻ വന്നപ്പോ കമ്പി കൊണ്ട് അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല അയാളുടെ ഷർട്ടിന്റെ ഒരു കീറിയ കഷ്ണം തുണിയും നമ്മുടെ കയ്യിലുണ്ട്. രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. ഒന്ന്, അയാളുടെ മുതുകിന് താഴെ കമ്പി കൊണ്ടൊരു മുറിവുണ്ടായിട്ടുണ്ടോ എന്നും നമ്മുടെ കയ്യിലുള്ള കഷ്ണം തുണിയുടെ ബാക്കി ഭാഗം അയാളുടെ കയ്യിലുണ്ടോ എന്നുമാണ്. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് അയാൾ അറസ്റ്റ് ചെയ്യാം. ദ്രോഹി, രാജ്യത്തിന്റെ കാൽവഴ നടക്കുന്ന തെണ്ടി, രഘുപതി രാഘവ രാജാറാമും ജനഗണമനയും പാടുമ്പോൾ അറ്റൻഷനായി നിൽക്കുന്ന ഇയാൾ തന്നെയാണ് ചേർന്ന് ഓർക്കുമ്പോൾ വിജയ എനിക്ക് നൗ ഇപ്പൊ മുതൽ നമ്മൾ ഡ്യൂട്ടിയിലാണ്. വി ആർ സ്റ്റാർട്ടിംഗ് അവർ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കേ, വീടിന്റെ 4 ഭാഗത്തും കണ്ണുവേണം. ഏത് ഭാഗത്തു നിന്നാണ് അറ്റാക്ക് വരിക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കും പറയാൻ പറ്റില്ല. നമ്മുടെ ഈ നീക്കം അവൻ ടിവിയിൽ കൂടി കാണുന്നുണ്ടോ എന്നാണ് എന്റെ പേടി. എനിക്കുമുണ്ട് പേടി. മേനോൻ ഷർട്ട് ഇടാതാണ് നിൽക്കുന്നതെങ്കിൽ മുതുകിന് താഴെയുള്ള മുറിവ് നമുക്ക് കാണാൻ പറ്റും. എങ്കിൽ രക്ഷപ്പെട്ടു. ആ ക്യാമറ എടുത്തിരുന്നെങ്കിൽ മുതുകിന് താഴെയുള്ള മുറിവിന്റെ ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു. ഞാനത് മറന്നു. ഞാൻ മറന്നു. ഇത് തന്നെയാണോ മേനോന്റെ വീട്? സാരമില്ല, പൂച്ചയാണ്. നോ പ്രോബ്ലം. കമാൻ. കൈവെട്ടെ, രണ്ടിനെയും വെട്ടെ. വിജയ, അകത്താരുടെയോ കൈ വെട്ടുന്നു. അയ്യോ, ഇനി കഴുത്ത് വെട്ടെ. എന്റെ അമ്മ, മേനോ എന്റെ ശബ്ദമല്ല അത്? അതെ, ഇത്രയും ഭീകരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏതോ ശത്രുവിനെ വെട്ടിവിട്ടാണ്. കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. നെഞ്ചടക്കം വെട്ടെ. നെഞ്ചടക്കം വെട്ടാൻ അവൻ പറയുന്നത്. കഴുത്ത് വെട്ട്, കുറച്ചുകൂടെ ഇറക്കി വെട്ട്. Who's that? Who is that? Nobody, nobody. Who is that? Stop there. ആരാ? ആരെ രണ്ടുപേരും ഓടുന്നത് കണ്ടു. വല്ല കള്ളന്മാരുമായിരിക്കും. നിങ്ങളിക്ക് പോരെ, അവന്മാരുടെ കൈ വല്ല കത്തിയോ തോക്കോ ഒക്കെ കാണും. സമ്പന്നമായ രാഷ്ട്രമാണെന്നാ പറയുന്നത്. ഇന്ത്യയിലേക്കാളും കൂടുതൽ കള്ളന്മാർ ഇവിടെ. സ്വന്തം വീട്ടിനകത്ത് വെച്ച് മനുഷ്യരെ കൊന്നൊടുക്കുന്നവൻ ഭയങ്കരൻ തന്നെ വിജയ, ഭയങ്കരൻ തന്നെ. അവൻ നമ്മളെ ചേസ് ചെയ്യൂ. എനിക്കതല്ല അത്ഭുതം. അവനെ കണ്ടുപിടിക്കാമെന്ന സിഐഡികളാണ് നമ്മളെന്ന് അറിഞ്ഞിട്ടും നമ്മളെ അവൻ തട്ടായിരുന്നത്. നീഗ്രോളെ വിട്ട് തട്ടാൻ നോക്കിയില്ലേ? അതൊരു തവണ. പിന്നീട് അവനൊന്നും ചെയ്തില്ലല്ലോ. നീ വിചാരിച്ചാൽ അയാളെ പിടിക്കാൻ പറ്റില്ലെന്ന് അയാൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും. പിന്നെന്തിനും തട്ടണം? ഓ, നീ വലിയ കഴിവുള്ള സിഐഡി ആണല്ലോ. എന്നിട്ട് നിന്നെ തട്ടിയില്ലല്ലോ. എടാ, കഴിവിന്റെ കാര്യമൊക്കെ ഞാൻ അവനെ പിടിക്കുമ്പോ നിനക്ക് മനസ്സിലാവും. പിടിക്കും പിടിക്കും. എവിടെയാ പിടിക്കുന്നതെന്ന് നേരത്തെ പറയണം. എടാ, നിന്റെ കഴുത്തും കൈയും കാലും വെട്ടി ഏതെങ്കിലും ഓടയിൽ നിന്നെ അയാൾ കുഴിച്ചു മൂടും. വിജയ, അറം പറ്റുന്ന വർത്താനം പറയരുതേ. പറയിപ്പിക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ. ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് കീഴടങ്ങാം. നമ്മൾ കിരീട് അന്വേഷിക്കുന്ന പരിപാടി മതിയാക്കി എന്ന് അയാളോട് ചെന്ന് പറയാം. എന്നാലേ ജീവനോടെ ഇന്ത്യയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അന്വേഷണം മതിയാക്കിയെന്ന് അയാളോട് പറയുന്നത് നല്ലതാണ്. കറക്റ്റ് കറക്റ്റ്. പക്ഷെ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കലമിട്ട് ഉടയ്ക്കണോ? ഭീകരൻ മുമ്പിൽ തന്നെ നിൽക്കുകയല്ലേ. ഇനി കയ്യാമം വെച്ച് വാനി കെറ്റിയാ പോരെ. തെളിവോടെ പിടിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് അമേരിക്കൻ പോലീസിന് വിവരം അറിയിക്കണം. അവനവിടെ കൊന്നോണ്ടിരിക്കാണല്ലോ മനുഷ്യനെ. ആളെ കൊല്ലുന്നതല്ല നമ്മുടെ തെളിവ്. അയാൾ എത്ര പേര് വേണമെങ്കിലും കൊന്നോട്ടെ. നമുക്ക് പ്രധാനം അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടോ, നമ്മുടെ കയ്യിലുള്ള കീറ തുണിയുടെ ബാക്കി ഭാഗം എവിടുണ്ട്.
എടാ മാത്രവുമല്ല അമേരിക്കൻ പോലീസ് അയാളെ പിടിച്ചാൽ കംപ്ലീറ്റ് ക്രെഡിറ്റ് അവർക്ക് പോവില്ലേ? മനസ്സിലായോ? അത് കറക്റ്റാ. ആ അതുകൊണ്ട് നാളെ രാവിലെ നമ്മൾ എംബസി ചെല്ലുന്നു. ജീവൻ പോയാലും നമ്മൾ ഇനി കിരീടം അന്വേഷിക്കില്ലെന്ന് അയാളെ ബോധ്യപ്പെടുത്തുന്നു. പിന്നെ നമ്മളുടേതായ ബുദ്ധിപരമായ അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഓക്കേ ഓക്കേ ഓക്കേ. ഇന്ത്യ ഗവൺമെന്റിനെ തൊലയ്ക്കാൻ തന്നെ താരക്ക് ഇറങ്ങിയിരിക്കുന്നത്. സാർ എന്തൊക്കെ പറഞ്ഞാലും കിരീടത്തിന്റെ കേസ് ഞങ്ങൾ അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ല, അല്ലേ? അപ്പോ പിന്നെ ഇത്രയും പണമൊക്കെ മുടക്കിയതോ? സുഹിക്കാൻ സാർ, കിരീടം മോഷ്ടിക്കുക, കള്ളക്കടത്ത് നടത്തുക, കൊലപാതകം ചെയ്യുക എന്നൊക്കെ പറയുന്ന വലിയ തെറ്റൊന്നുമല്ല, അല്ലേ? വ്യവസ്ഥിതിയുടെ തകരാറ് മൂലം മനുഷ്യൻ ചെയ്തു പോകുന്നതാണ്. അത്തരം ആളുകളെ ശരിക്കു പറഞ്ഞാൽ എനിക്ക് വളരെ ബഹുമാനമാണ്. നിനക്കോ? എനിക്ക് വലിയ ബഹുമാനാണ്. ഈ തോന്നിവാസത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഞാൻ ഇപ്പോൾ തന്നെ സെൻട്രൽ മിനിസ്റ്ററെ ഇൻഫോം ചെയ്യും. ചെയ്തു. ആരെ വേണേലും ഇൻഫോം ചെയ്തു. നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഡിസ്മിസൽ ഓർഡർ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. വളരെ സന്തോഷം. സാർ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ, ഞങ്ങൾ സൂഹിക്കാൻ പോവാണ്, ജീവിതം ആസ്വദിക്കാൻ പോവാണ്. ബൈ. Get an immediate call to Delhi. It's very urgent. പിന്നെ സമയമായി. ശനിയാഴ്ചല്ലേ, പോയി സുഖിക്ക്. അതിന് മാത്രമുള്ള ഡോളർ എവിടുന്ന്? പേയ്മെന്റ് കൂട്ടി തരികയാണല്ലേ. എനിക്ക് വട്ടല്ലേ, മണിക്കൂറിൽ $1 കൊടുത്താൽ എനിക്കിവിടെ വർക്കേഴ്സിനെ കിട്ടും. മലയാളികളാണല്ലോ എന്ന്